നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. ഓപ്ഷൻസ് പി സി കുട്ടിക്കൃഷ്ണൻ, പി സി ഗോപാലൻ, എം കെ മേനോൻ, മാധവൻ നായർ. ആൻസർ പി സി ഗോപാലനാണ് നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നന്ദനാർ എന്ന പേരിൽ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സി ഗോപാലൻ. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ്. മാലി മാധവൻ നായർ. മാധവൻ നായരാണ് മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. വിലാസിനി എം കെ മേനോൻ. ഇത് മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ, മാലി മാധവൻ നായർ, വിലാസിനി എം കെ മേനോൻ. ദെൻ തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1946 നവംബർ 1, 1945 ഓഗസ്റ്റ് 15, 1956 നവംബർ 16, 1949 ജൂലൈ 1. ആൻസർ 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ലകളാണ് തൃശ്ശൂരും കോട്ടയവും മലബാറും കൊല്ലം തിരുവനന്തപുരവും. അപ്പോൾ 1949 ജൂലൈ 1 രൂപീകൃതമായ ജില്ലകളാണ് തൃശ്ശൂർ, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ജില്ലയാണ് മലബാർ. അപ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്നത് മലബാർ, ഇപ്പോൾ ഇല്ല. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. അപ്പോൾ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ പദവികളൊക്കെ വഹിച്ചത് പട്ടം താണുപിള്ളയായിരുന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. നവംബർ 1 കേരളപ്പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നു. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. കണ്ണൂരിലെ കരിവെള്ളൂർ സമരവും കാവുമ്പായി സമരവും നടന്നത് 1946. അപ്പോൾ കണ്ണൂരിലെ കരിവെള്ളൂർ സമരവും കാവുമ്പായി സമരവും നടന്നതും 1946. പുന്നപ്ര വയലാർ മറക്കണ്ട, 1946. ദെൻ പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് മൗര്യ കാലഘട്ടം, മുഗൾ കാലഘട്ടം, ഗുപ്ത കാലഘട്ടം, ചോള കാലഘട്ടം. ആൻസർ ഗുപ്ത കാലഘട്ടമാണ് പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പാടലീപുത്രം ആസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യമായിരുന്നു ഗുപ്തന്മാരുടേത്. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പാടലീപുത്രം ആസ്ഥാനമാക്കി ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ CE 320, അതായത് കോമൺ ഇറ 320 ഗുപ്ത വർഷത്തിന് തുടക്കം കുറിച്ചു. തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. അപ്പോൾ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ CE 320 ഗുപ്ത വർഷത്തിന് തുടക്കം കുറിച്ചു. തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയതും ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഗരുഡൻ. അപ്പോൾ ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഗരുഡൻ. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് ചാണക്യനാണ്, അഥവാ വിഷ്ണുഗുപ്തനാണ്. മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത്. അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യനാണ്. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് ശ്യാമശാസ്ത്രിയാണ്. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് ശ്യാമശാസ്ത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് മൗര്യ സാമ്രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് മൗര്യ സാമ്രാജ്യമാണ്. മുഗൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത് AD 1526 മുതൽ 1857 വരെയാണ് മുഗൾ കാലഘട്ടം. മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ബാബർ. സംഘകാലഘട്ടത്തെ 3 തരംതിരിച്ചിരിക്കുന്നു: ചേര സാമ്രാജ്യം, ചോള സാമ്രാജ്യം, പാണ്ഡ്യ സാമ്രാജ്യം. ഇന്നത്തെ തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു ചോളമണ്ഡലം. അപ്പോൾ ഇന്നത്തെ തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു ചോളമണ്ഡലം. ചോളന്മാരുടെ ഔദ്യോഗിക മുദ്രയാണ് കടുവ. ചോളന്മാരുടെ ഔദ്യോഗിക മുദ്രയാണ് കടുവ. ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂരാണ്. ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂരാണ്. ഏറ്റവും പ്രഗത്ഭനായിരുന്ന ചോള രാജാവാണ് കരികാല ചോളൻ. അപ്പോൾ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ചോള രാജാവാണ് കരികാല ചോളൻ.
അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായ ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് മൗര്യ സാമ്രാജ്യമാണ്. മുഗൾ കാലഘട്ടം എന്നറിയപ്പെടുന്ന AD 1526 മുതൽ 1857 വരെയാണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. സംഘകാലഘട്ടത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. ചേര സാമ്രാജ്യം, ചോള സാമ്രാജ്യം, പാണ്ഡ്യ സാമ്രാജ്യം. ഇന്നത്തെ തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു ചോളമണ്ഡലം.